നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയ വെള്ളം, സ്നാക്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി. നമ്മൾ വന്ന സമയത്ത് തിരക്കുകളൊന്നുമില്ല. നമ്മൾ വന്ന സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് തോന്നയ്ക്കൽ എന്ന് പറയും. അത് ആറ്റിങ്ങ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരണം. കുറച്ച് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ സ്ഥലത്ത് ഈ മലയുടെ പേരെന്ന് പറഞ്ഞാൽ വെള്ളാണിക്കൽ പാറമുകൾ വ്യൂ പോയിൻ്റ്. അത്യാവശ്യം നല്ല വലുതാണ്. നമ്മൾ അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് സ്റ്റെപ്പ് കയറി വേണം ഇനി മുകളിൽ വരാൻ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് നിർത്തിയിട്ട് വേണം മുകളിലോട്ട് വരാൻ. സ്റ്റെപ്പില്ലാതെ പിന്നെ അല്ലാതെ നമുക്ക് കയറി വരാൻ പറ്റും. അത് തൊട്ടപ്പുറം, സ്റ്റെപ്പിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കയറി വരുമ്പോൾ സമയത്ത് മൊത്തം എന്ന് വെച്ചാൽ പച്ചപ്പായിട്ട് പ്രകൃതി ഭംഗി, അങ്ങനെ കുറച്ച് കാട്, മരങ്ങൾ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ ആയിട്ട് കാണാനും പറ്റും. പിന്നെ ചെറിയ ചെറിയ കുന്നുകളും ചെറുതുമായിട്ടുള്ള പാറക്കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. കയറി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ അമ്പലമുണ്ട്. പിന്നെ ഒരു വാട്ടർ ടാങ്കുണ്ട്. നമുക്ക് പിന്നെ ഈ മറ്റേ ഹിൽ ടോപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു മറ്റേ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് ഒരു ഹിൽ ടോപ്പ്, അതിൻ്റെ പേരെനിക്ക് പെട്ടെന്ന് കത്തുന്നില്ല. നമുക്ക് അവിടെ കയറി നിന്നിട്ട് വ്യൂ പോയിൻ്റ് കാണാം. അതിപ്പം ക്ലോസ് ചെയ്താക്കുന്നത്. പിന്നെ നമ്മളെ ഈ മറ്റേ വാട്ടർ ടാങ്കുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ. അത് അവിടെ നമുക്ക് പോകാൻ, എൻ്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റത്തില്ല, ഫുള്ള് സെക്യൂരിറ്റീസാണ്. പിന്നെ അവിടെ തൊട്ട് താഴെ ഇടുതിര മലയുടെ തൊട്ട് താഴെയായിട്ട് കുറച്ച് താഴോട്ടിറങ്ങി അവിടെ ഒരു ഗുഹ കണക്കുണ്ട്. അതും ക്ലോസ്ഡാണ്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ചെറിയ അമ്പലം പോലെ ഉണ്ട്. അതിപ്പം ക്ലോസ്ഡാണ്, വർക്കിംഗ് ഒന്നുമല്ല. പിന്നെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു വണ്ടി പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അതായത് ആ ചെറിയ ചെറിയ വണ്ടി അപ്പുറത്ത് പിന്നെ ഉള്ളിലോട്ട് തൊട്ടപ്പുറത്തോട്ടൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടി പോകുന്നുണ്ട്. അപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കൊച്ചും വലുതും ചെറുതായിട്ടുള്ള വലിയ വലിയ മലകളും പിന്നെ കുറച്ച് പച്ച മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വന്ന സമയം നല്ല വെയിലായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ആ വെയിൽ അതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല കാറ്റാണ്. മലയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫ്റ്റി അനുസരിച്ച് വേണം നിൽക്കാൻ. കാറ്റൊക്കെ ആയതുകൊണ്ട് ചിലപ്പം മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് നിൽക്കുക. ഓക്കെ. പിന്നെ ദൂരെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അവിടെ ഒരു അമ്പലവും ആൾക്കാർ വന്ന് നിൽക്കുന്നു, പിന്നെ ഐസ്ക്രീം വണ്ടി അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ ഈ അരുമാരോഗം ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും സൂക്ഷിക്കുക. അത്യാവശ്യം അവിടെ ഈ സൺഡേ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ പോയത് സൺഡേയിലായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പം വൈകിട്ട് ഓഫീസും എല്ലാവരും ജോലിക്കൊക്കെ ലീവ് എടുക്കുന്ന സമയം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും. നമ്മൾ പോയ സമയത്ത് നേരത്തെ ആയതുകൊണ്ട് 3 മണി ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ അവിടെ നോക്കുമ്പോഴത്തേക്കും ആകാശമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ദൂരെ നോക്കുമ്പോഴത്തേക്കും അമ്പലം, ആൾക്കാർ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ക്ലോസ്ഡ്. നമുക്ക് ഈ മണ്ടയിൽ കയറി അത് കാണാൻ, പക്ഷേ ഞാൻ വെച്ചാൽ അത് ഓപ്പണിങ് ആകുമെന്ന് ഓപ്പണാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് തിരക്കിയപ്പോഴത്തേക്ക് അത് ക്ലോസ്ഡാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മരങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുന്നതും ആയിട്ടൊക്കെ കാണാം. പിന്നെ ദൂരെ നോക്കുമ്പോഴത്തേക്കും വലിയ ആയിട്ടുള്ള മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ലൈക്കൺ നടത്തുക. ഞാൻ മാക്സിമം പുതിയ വീഡിയോകളൊക്കെ കൊണ്ടുവരും. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ടിട്ടാണ് വീഡിയോ വൈകുന്നത്. ഇപ്പം ഈ വീഡിയോയിൽ നോക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് മരങ്ങളും ഒക്കെ കാണാനൊക്കെ പറ്റും. ഇവിടെ കുറച്ച് മരങ്ങളും ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ സംഭവം ക്ലോസ്ഡാണ്. ഇപ്പോൾ വർക്കിംഗ് അല്ല. അത് ഫുള്ളും തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുക. അത് ഫുള്ളും ക്ലോസ്ഡാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്ക്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒന്നുമില്ല. അത്യാവശ്യം തിരക്കുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ദൂരെ നോക്കുമ്പോഴത്തേക്കും വലിയ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്ന് നമുക്ക് കുറച്ച് നേരം വൈകിട്ട് ഈ വെയിലൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. ഈ വീഡിയോയിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഒരുപാട് പോച്ചകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ പോച്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇത് നോക്കുമ്പോൾ ദൂരെ നിന്നുള്ള വ്യൂസാണ്. പിന്നെ ഇതാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്താക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. സമയത്ത് നല്ല വെയിലാണ്. മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നല്ല വെയിലും നല്ല കാറ്റുമാണ്. ഇപ്പോൾ നല്ല പോച്ചകൾ പറക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോക്കകത്ത്. മരങ്ങളും കുന്നുകളും ഒക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും അവസാനം ഇത് നമ്മൾ ഇറങ്ങുന്നുള്ള വീഡിയോ ആണ്. ഇറങ്ങിയിട്ട് മുകളിൽ നോക്കുമ്പോഴത്തേക്ക്
ഉള്ള വ്യൂ ആണ്. പിന്നെ നമുക്ക് കുപ്പിയും മറ്റു പ്ലാസ്റ്റിക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും മറ്റേ കുറ്റികളൊക്കെ അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു, വർക്കിംഗ് അല്ലെന്ന്. പിന്നെ മറ്റേ കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട്. ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത്. ആകാശമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫലങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.